ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളെയും അമേരിക്കൻ പ്രതിരോധ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ നാവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അത്യാധുനിക ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ചോയ് ഹ്യോൺ എന്ന 5000 ടൺ ഭീമൻ ഡിസ്ട്രോയർ പടക്കപ്പൽ ഉത്തര കൊറിയൻ നാവികസേനയുടെ ഭാഗമാക്കിയതായി ഭരണാധികാരി കിം ജോങ് ഉൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ നംബോയിൽ നടന്ന അതിഗംഭീരമായ ചടങ്ങിലാണ് കിം ഈ പ്രഖ്യാപനം നടത്തിയത്. ഉത്തര കൊറിയയുടെ നാവിക ആണവ സ്വപ്നങ്ങളിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായാണ് ഈ യുദ്ധക്കപ്പൽ വിലയിരുത്തപ്പെടുന്നത്. നാവികസേനയെ പൂർണ്ണമായും ആണവവൽക്കരിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യം ആസൂത്രണം ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കിം ജോങ് ഉൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന സൈനിക ശക്തിയുടെയും സാങ്കേതിക വളർച്ചയുടെയും പ്രതീകമാണ് ചോയ് ഹ്യോൺ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പസഫിക് മേഖലയിൽ US നാവികസേനയ്ക്കും അവരുടെ സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും കൃത്യമായ മറുപടി നൽകാൻ ഈ പുതിയ യുദ്ധക്കപ്പലിലൂടെ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ ഡിസ്ട്രോയർ കപ്പൽ അത്യാധുനിക പ്രതിരോധാക്രമണ സംവിധാനങ്ങളിൽ സജ്ജമാണ്. ശത്രുക്കളുടെ വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ ശേഷിയുള്ള ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളും മറ്റ് യുദ്ധക്കപ്പലുകളെ കടലിൽ മുക്കാൻ പോകുന്ന ആന്റി ഷിപ്പ് മിസൈലുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഭീതിപ്പെടുത്തുന്നത് ആണവ മുനമ്പുകൾ വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും വിക്ഷേപിക്കാനുള്ള കപ്പലിന്റെ അസാധാരണമായ കപ്പാസിറ്റിയാണ്. കടലിൽ വെച്ച് ഏത് നിമിഷവും ഒരു ആണവാക്രമണം നടത്താൻ ഈ കപ്പലിന് സാധിക്കുമെന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പെന്റഗണിനെയും കടുത്ത പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. കരയിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണ താവളങ്ങൾ സാറ്റലൈറ്റുകൾ വഴി നിരീക്ഷിക്കാൻ എളുപ്പമാണെങ്കിൽ കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആണവ പടക്കപ്പലിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നത് അതീവ ദുഷ്കരമാണ്. ചോയ് ഹ്യോൺ നാവികസേനയുടെ ഭാഗമായതോടെ ഉത്തര കൊറിയയുടെ ആണവ പ്രത്യാക്രമണ ശേഷി ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ യുദ്ധക്കപ്പലിൽ വിവിധ തരത്തിലുള്ള മാരകായുധങ്ങളുടെ പരീക്ഷണങ്ങൾ രഹസ്യമായി നടന്നു വരികയായിരുന്നു. ആണവശേഷിയുള്ള ക്രൂസ് മിസൈലുകളുടെ വിക്ഷേപണം ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ ചോയ്ഹാനിൽ വെച്ച് വിജയകരമായി പൂർത്തിയാക്കിയതായി ഉത്തര കൊറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളിലെല്ലാം കപ്പൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ നിലകളെ തകർക്കാൻ ഇതിലെ മിസൈലുകൾക്ക് സാധിക്കുമെന്നും സൈനിക വക്താക്കൾ അവകാശപ്പെടുന്നു. കിം ജോങ് ഉന്നിന്റെ ഈ പുതിയ നീക്കം കൊറിയൻ ഉപദ്വീപിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ദക്ഷിണ കൊറിയയും ജപ്പാനും തങ്ങളുടെ നാവിക സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ ഈ സംഭവം കാരണമാകും. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ കൊറിയൻ തീരങ്ങളിലേക്ക് അടുക്കുന്നതിനെ തടയാൻ കിം പ്രയോഗിക്കുന്ന വലിയൊരു തന്ത്രമായാണ് ഈ 5000 ടൺ ഡിസ്ട്രോയറിനെ അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ കാണുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളും കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും ഉത്തര കൊറിയ എങ്ങനെയാണ് ഇത്രയും വലിയൊരു യുദ്ധക്കപ്പൽ നിർമ്മിച്ചതെന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള രഹസ്യ സാങ്കേതിക സഹായം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം. ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉത്തര കൊറിയ സ്വന്തമാക്കുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം ഉത്തര കൊറിയയുമായി ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴും കിം ജോങ് ഉൻ ആയുധ നിർമ്മാണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ചർച്ചകൾ നടക്കണമെങ്കിൽ തങ്ങളെ ഒരു ആണവ ശക്തിയായി ലോകം അംഗീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധി കിമ്മിനുണ്ട്. തങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ കടലിലൂടെ ആണവ മിസൈലുകൾ അമേരിക്കൻ തീരങ്ങളിലേക്ക് തൊടുക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന കർശനമായ സന്ദേശമാണ് കിം ട്രംപിന് നൽകിയിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ നാവിക താവളങ്ങളായ ഗുവാം, ഹവായി തുടങ്ങിയ ഇടങ്ങൾ ഇപ്പോൾ ചോയ് ഹ്യോണിലെ മിസൈലുകളുടെ പരിധിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ നാവിക താവളങ്ങളായ ഗുവാം, ഹവായി തുടങ്ങിയ ഇടങ്ങൾ ഇപ്പോൾ ചോയ് ഹ്യോണിലെ മിസൈലുകളുടെ പരിധിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ നാവികസേനയുടെ മുന്നേറ്റങ്ങളെ കടലിൽ വെച്ച് തന്നെ തടയാൻ ഉത്തര കൊറിയയ്ക്ക് ഈ കപ്പൽ സഹായകരമാകും. ഇത് മേഖലയിലെ US സൈനിക സ്വാധീനത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നാവികസേനയുടെ ഈ പുതിയ മുന്നേറ്റം ഉത്തര കൊറിയൻ ജനതയ്ക്ക് മുന്നിൽ ഭരണകൂടത്തിന്റെ കരുത്ത് കാണിക്കാനുള്ള കിമ്മിന്റെ ഒരു ശ്രമം കൂടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും രാജ്യം പ്രതിരോധ രംഗത്ത് വൻ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സൈനിക പ്രഖ്യാപനങ്ങൾ കിമ്മിനെ സഹായിക്കുന്നു. കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തവും സൈനിക പരേഡും സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഈ യുദ്ധക്കപ്പൽ പസഫിക് സമുദ്രത്തിൽ കൂടുതൽ പരീക്ഷണ ഓട്ടങ്ങൾ നടത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ദക്ഷിണ കൊറിയൻ നാവികസേനയെയും അമേരിക്കൻ പെട്രോളിംഗ് കപ്പലുകളെയും കൂടുതൽ ജാഗരൂകരാക്കും. ചോയ് ഹ്യോങ്ങിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ അമേരിക്ക തങ്ങളുടെ അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങളെ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു.
ഏതൊരു ചെറിയ പ്രകോപനവും വലിയൊരു നാവിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ. ഉത്തര കൊറിയയുടെ ഈ ആണവ നാവിക വിന്യാസം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമെന്ന് ഉറപ്പാണ്. എന്നാൽ സുരക്ഷാ കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള റഷ്യയും ചൈനയും ഉത്തര കൊറിയയ്ക്കെതിരെയുള്ള പുതിയ ഉപരോധങ്ങളെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. ഈ ഒരു അന്താരാഷ്ട്ര ചേരിതിരിവ് കിം ജോങ് ഉന്നിന് കൂടുതൽ ആയുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നു. ചോഹ്യോൻ എന്ന ആണവ ഡിസ്ട്രോയർ കപ്പലിന്റെ വരവോടെ കൊറിയൻ ഉപദ്വീപ് വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. കിം ജോങ് ഉന്നിന്റെ കടുത്ത വാക്കുകളും അമേരിക്കൻ ചേരിയുടെ പ്രതിരോധ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ പസഫിക് മേഖലയിൽ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കും. നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യതയില്ലാതെ ഇരുപക്ഷവും സൈനിക ശക്തിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകുമ്പോൾ ലോകം മറ്റൊരു വലിയ ആണവ പ്രതിസന്ധിയായാണ് അഭിമുഖീകരിക്കുന്നത്.